എനിക്ക് പറയാനുള്ള ടിപ്പിൽ ആദ്യത്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സിറ്റ് വിത്ത് ഓർ നിയർ ടോപ്പേഴ്സ്. ഇതെന്തിനാണ് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ബേസിക്കലി നമ്മൾ പുതിയൊരു ക്ലാസ്സിലേക്ക് പോകുമ്പോഴും കോഴ്സിലേക്ക് ചേരുമ്പോഴൊന്നും നമുക്കറിയില്ല എങ്ങനെയാണ് ഇതിനെ അപ്രോച്ച് ചെയ്യേണ്ടത് എന്നുള്ളത് അറിയുണ്ടാവില്ല സാധാരണ ഒരാളെ സംബന്ധിച്ച്, അല്ലെങ്കിൽ ഒരുവിധ ആൾക്കാരെ സംബന്ധിച്ച്. അപ്പോൾ ഞാൻ എൻ്റെ CA ഇൻ്റർ ജേണിയിൽ ഞാൻ CA ഇൻ്റർമീഡിയറ്റ് പഠിക്കുമ്പോൾ സ്റ്റാർട്ടിങ്ങിൽ ഞാൻ ക്ലാസ്സിലെ വൺ ഓഫ് ദ വീക്കസ്റ്റ് സ്റ്റുഡൻ്റ് ആയിരുന്നു. ഇപ്പോൾ എല്ലാവർക്കും ഒരു 20 അല്ലെങ്കിൽ ടോപ്പേഴ്സിന് ഒരു 20 15+ ഒക്കെ മാർക്ക് കിട്ടിയിരുന്നെങ്കിൽ എനിക്കൊരു 20 ഒരു 5 6 ആ ലെവൽക്കൊക്കെ കിട്ടിയത്, അതും കഷ്ടപ്പെട്ടിട്ട് ഒരുപാട് നേരം പഠിച്ചിട്ട്. അപ്പോൾ ഞാൻ ചെയ്തിരുന്ന ഒരു സംഭവമാണ് എന്ത്, ടോപ്പേഴ്സിൻ്റെ കൂടെ ഇരിക്കുക എന്നുള്ളത്. അങ്ങനെ ഇരുന്ന് കഴിഞ്ഞാലുള്ള മെച്ചം എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരു പഠിക്കുന്ന രീതി, ഓരെങ്ങനെയാണ് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്, ഒരു നോട്ട് എടുക്കുന്ന രീതി, ഒരു കാര്യങ്ങൾ മനസ്സിലാക്കുന്നത്, ഒരു എക്സാമിന് അപ്രോച്ച് ചെയ്യുന്നത്, ഇതൊക്കെ എനിക്ക് മനസ്സിലാവും. അപ്പോൾ ആ ഒരു ടൈമിൽ എനിക്ക് മനസ്സിലായ ഒരു സംഭവമാണ് എന്ത്, ഇവരെല്ലാവരും അത്യാവശ്യം ഉറങ്ങിയിട്ടാണ് ഇങ്ങോട്ട് വരുന്നത്. കാരണം ഞാൻ വീട്ടിൽ നല്ലോണം ഗ്രൈൻഡ് ചെയ്തിരുന്നു, പക്ഷേ ക്ലാസ്സിൽ തീരെ ശ്രദ്ധിക്കില്ലായിരുന്നു വെച്ച് കഴിഞ്ഞാൽ കോൺസെൻട്രേഷൻ കുറവായിരുന്നു, കാരണം സ്ലീപ്പും കാര്യങ്ങളൊക്കെ സാക്രിഫൈസ് ചെയ്തുകൊണ്ട്. പക്ഷേ ഇവർ സ്ലീപ്പ് അങ്ങനെ സാക്രിഫൈസ് ചെയ്യുന്നില്ല, ക്ലാസ്സിലാണെങ്കിൽ ഭയങ്കര കോൺസെൻട്രേഷനാണ്. അപ്പോൾ ആ സംഭവം ഞാൻ മനസ്സിലാക്കി. അതുപോലെ തന്നെ ഇവർ പ്രീവിയസ് ടൈപ്പ് ക്വസ്റ്റ്യൻസിനൊക്കെ നല്ല രീതിയിൽ പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറിലൊക്കെ വരുന്ന രീതിയിൽ മറ്റ് ടോപ്പേഴ്സിൻ്റെ പേപ്പേഴ്സ് ഉണ്ടാവുമല്ലോ, നമുക്ക് CAയിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ റാങ്കുള്ള പോലെ എയറിലുള്ള ആൾക്കാരൊക്കെ എന്ത് ചെയ്യും, ഓൾ ഇന്ത്യ റാങ്കൊക്കെ ഉള്ള ആൾക്കാർ പേപ്പർ കിട്ടുമല്ലോ, ഡൗൺലോഡ് ചെയ്യാൻ കിട്ടുമല്ലോ. അപ്പോൾ അങ്ങനെ പേപ്പേഴ്സൊക്കെ നോക്കിയിട്ട് ഓരോ അപ്രോച്ച് ചെയ്യുന്ന രീതി എങ്ങനെയാണ് ഇവർ നോക്കുന്നുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഇവർ കൂടുതൽ കൺസെപ്റ്റ് മനസ്സിലാക്കിയിട്ടാണ് പഠിക്കുന്നത്, അല്ലാതെ ഇന്ന പോലെ ഭയങ്കര കഷ്ടപ്പെട്ട് കാണാപാഠം പഠിക്കില്ല. അപ്പോൾ ഇങ്ങനെ കുറേ കാര്യങ്ങൾ ഞാൻ മനസ്സിലാക്കി. അതുകൊണ്ട് തന്നെ ഫസ്റ്റ് ടിപ്പ് എനിക്ക് പറയാനുള്ളത് അതാണ്,